ഗൈസ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉച്ചക്ക് 2:45 കയറിയത്. 2:45 ഭക്ഷണം കഴിക്കാൻ വേണ്ടി വിശന്നിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. കിളിക്കൂട്, കുമരകത്തുള്ള കിളിക്കൂട് ഫാമിലി റെസ്റ്റോറൻറ്റിലാണ്. കള്ളും കിട്ടും, ഭക്ഷണവും കിട്ടും. നല്ല കിടിലൻ സ്ഥലമുണ്ടാവും, നല്ല ആംബിയൻസാണ്. നന്നായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കും. ഞങ്ങൾ 2-3 ഐറ്റം കഴിച്ചുള്ളൂ. അപ്പോൾ എല്ലാം കൂടി ആകെ നമുക്ക് 745 രൂപയാണ്. അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, ഗംഭീര ടേസ്റ്റാണ്. അപ്പോൾ ഗിരിയണ്ണനാണ് എനിക്ക് ഈ സ്ഥലം പറഞ്ഞു തന്നത്. കുമരകത്ത് ഇഷ്ടം പോലെ റെസ്റ്റോറൻറ്റ്. ഈ റോഡിൽ വന്നിട്ടാണെങ്കിൽ മാക്സിമം എല്ലാ സ്ഥലത്തു നിന്നും ഫുഡ് എക്സ്പ്ലോർ ചെയ്ത് പോകാൻ പറ്റും. അടിപൊളി സ്ഥലമാണ്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം. സുഹൃത്തുക്കളെ, അതേ ഈ സംഭവമൊക്കെയാണ് ഗിരീഷ് ഭായ് ഓർഡർ ചെയ്തതാണ്. ഇത് കള്ളപ്പം, പൊറോട്ട, നല്ല താറാവ്, റോസ്റ്റ് കറി. ഇനി എന്ത് സാധനം പറഞ്ഞാൽ പറഞ്ഞു? ഇനി അടുത്ത് വരുമല്ലേ? ഓക്കെ, അപ്പോൾ വെയിറ്റ് ചെയ്യും സുഹൃത്തുക്കളെ. അടുത്ത എന്താ സംഭവം എന്ന് കാണിച്ചു തരാം. കള്ളപ്പം എനിക്ക് ഒന്ന് കഴിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായ ഒരു സാധനമാണ്. അപ്പോൾ അത് ഏതായാലും ഓർഡർ ചെയ്തു. അപ്പോൾ അത് കഴിച്ച് നോക്കണം, ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. അതെ, നല്ല ക്യാഷോ കിട്ടാൻ നല്ല താറാവ് കറിയാണ്. ടേസ്റ്റ് ചാറാക്കി കൊടുക്കാം അല്ലേ? ഗംഭീരം. അപ്പോൾ ഇനി കഴിച്ച് നോക്കട്ടെ. കള്ളപ്പൊക്കെ നല്ല എന്താ പറയുക, ലൈവായിട്ട് അടിച്ചെടുക്കുന്നതാണ്. കണ്ടില്ലേ? സൂപ്പർ ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റ്. ഓരോരോ ലെയർ, താറാവിൻ്റെ ലെയർ സൂപ്പറാണ്. ആഹാ, എൻ്റെ ആദർശനും ഭയങ്കര ഇഷ്ടമാണത്. സൂപ്പറായിട്ടുണ്ട് ഗൈസ്. ഇതാണ് സാധനം ഞാൻ പറഞ്ഞത്. വരാൽ പൊള്ളി, വരാലാണ് കരിമീൻ, സോറി, കരിമീൻ പൊള്ളിച്ചാണ് ഗൈസ്. എന്താ പറഞ്ഞേ? ആ, അപ്പോൾ അത് ഞാൻ ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് ഗിരീഷനെ ഞാൻ ക്ഷണിച്ചുള്ളൂ. ഓപ്പൺ ചെയ്യും. ശരി, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് പറയണം. വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതെ, നല്ല പൊള്ളിച്ച കരിമീൻ കിളിക്കൂട് റെസ്റ്റോറൻറ്റിലെ കരിമീനാണ് ഗൈസ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. അൺബോക്സ് ചെയ്യുന്നത് കണ്ട്, നല്ല വാഴയിലയിൽ എണ്ണയിൽ പൊള്ളിച്ചെടുത്ത കിട്ടില്ലം കരിമീനാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഗൈസ്. ബിഗ് കരിമീൻ. നാരങ്ങയൊക്കെ അങ്ങോട്ട് പിഴിഞ്ഞങ്ങോട്ട് കരിമീൻ്റെ പൊളി സാധനം. എങ്ങനെയുണ്ടെന്ന് നോക്കും. പടപ്പനാണ്. അപ്പോൾ ഗിരീഷ് ജി പറഞ്ഞു കഴിഞ്ഞു കേട്ടോ, സംഭവം കിടുക്കാച്ച സാധനമാണ്. ഞാൻ ഇവിടെ കള്ളപ്പം കഴിച്ചു കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അതിലോട്ട് തൊടാത്തത് ഗൈസ്. താറാവ് പറയുകയാണെങ്കിൽ വേറെ ലെവല്. ഞാനും ഒന്ന് കഴിക്കട്ടെ. നാരങ്ങ പിഴിഞ്ഞ് എങ്ങനെയാണ് കണ്ട മാംസമാവൊക്കെ നല്ല സോഫ്റ്റ് മാംസം. നല്ല ടേസ്റ്റ്. എരിവൊന്നും അങ്ങനെയൊന്നുമില്ല. സ്പൈസി അതിപ്പോൾ തോന്നുന്നൊക്കെ എരി, പക്ഷേ സ്പൈസി ഒന്നുമല്ല. നല്ല ടേസ്റ്റാണ്.
കശുവണ്ടി ഉണ്ട്. എൻ്റെ ഉള്ളിൽ കശുവണ്ടി ഉണ്ട്. കശുവണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടം. താൻ കഴിച്ചോ? വേണ്ട, താൻ പറയൂ. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് കേട്ടാ. കണ്ടില്ലേ? മുന്തിരിയുണ്ട്, വീണ്ടും കശുവണ്ടി. ഇവരിത് എങ്ങനെ സെറ്റ് ചെയ്യണം അല്ലേ? എന്ത് ടേസ്റ്റാ. കരിമീൻ്റെ കണ്ണ് ഞാൻ ഓപ്പറേഷൻ ചെയ്തെടുത്ത് ഗൈസ്. പറയടോ. അതെ, മറിച്ചിട്ടപ്പോഴത്തേക്ക് എന്തോരം ക്യാഷ് വന്ന് നോക്കി. ക്യാഷുവിൻ്റെ അയ്യറുകൾ. ചേട്ടാ 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 ഞാൻ ബിസിയാണ്. ഇത് താറാവിനേക്കാളും സൂപ്പറാണോ? ഉണ്ടാ, താറാവ് റോസ്റ്റിനേക്കാളും സൂപ്പറാണ്ടാ. എൻ്റെ പൊന്നു കിളി പോണു. ഹെവിയാണെണ്ണ. എന്തോ പ്രീതിയും കൂടി വേണ്ടതായിരുന്നു. ആ വേണ്ട വേണ്ട ധാരാളം. ഗ്രേവി വേണോ ജിക്കെ? കുറച്ചും ഞങ്ങളത് കഴിക്കണോ വേണ്ടിയോ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. കഴിക്കാൻ പോയി കഴിഞ്ഞാൽ വൻ നഷ്ടമായേനെ കൈസ്, വൻ നഷ്ടം. മുടിഞ്ഞ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ മുടിഞ്ഞ ടേസ്റ്റ്. വാടലയിൽ വാട്ടിയെടുത്തതിൻ്റെ നാരങ്ങീരും കൂടെ പിഴിഞ്ഞപ്പോണ്ടതാ സംഭവം സ്വർഗത്തിലെത്തി.
ഒരു രക്ഷയിലായി. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കരിമീൻ്റെ ഡ്രാഗനെയാണ്, അതായത് സ്കെലട്ടനെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഗൈസ്. ഒരു തമിഴ് സിനിമയിൽ പറയുന്നുണ്ട്, നന്നായിരുന്നു വെച്ച് ഞാൻ നാശമായി പോച്ചത്. എങ്ങനെ പോവായിരിക്കും, ഹെവി ടേസ്റ്റ് അല്ലേ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഗിരിയണ്ണൻ അങ്ങോട്ട് പോയി വണ്ടി എടുക്കാനായിട്ട്. അപ്പോൾ വണ്ടിയൊക്കെ ജസ്റ്റ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ കിട്ടെല്ലാം സംഭവം കിളിക്കൂട് കുമരകം റിസോർട്ടിനടുത്തുള്ള, അതായത് കുമരകം താജ് റിസോർട്ടിനടുത്തുള്ള കിളിക്കൂട് റെസ്റ്റോറൻറ്റ്. നല്ല അടിപൊളി ലൊക്കേഷൻ കണ്ടോ, ബ്ലൂ ബോർഡിൽ കണ്ടില്ലേ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്, സംഭവം കിടിലാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ ഫുഡ് എക്സ്പ്ലോറിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക. ഗിരിയണ്ണന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.